ഇന്ത്യയുടെ ആയുധങ്ങൾ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ലോകമെമ്പാടും വമ്പിച്ച ശ്രദ്ധയാണ് ആകർഷിക്കുന്നത്. ആയുധ വിപണിയിൽ, ആയുധ കച്ചവടത്തിൽ ഇന്ത്യ വലിയൊരു കുതിച്ചുചാട്ടം നടത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. ഇപ്പോൾ കുതിച്ചുചാട്ടം മാത്രമല്ല, ഇന്ത്യയുമായി സംയോജിച്ച് പ്രവർത്തിക്കാനായി പല ആയുധ കച്ചവടക്കാരും പല രാജ്യങ്ങളും എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു നേട്ടമെന്ന് പറയുന്നത്. അടുത്തിടെ ഉണ്ടായ ഏറ്റുമുട്ടലുകളിൽ പാകിസ്ഥാൻ വ്യോമസേനയുടെ വ്യോമത്താവളത്തെ നിർവീര്യമാക്കുന്നതിൽ റാംപേജ് എയർ ടു സർഫസ് മിസൈൽ സംവിധാനം നേടിയ വിജയത്തിൽ നിന്ന് പ്രതിരോധം ഉൾക്കൊണ്ട് ഇന്ത്യൻ വ്യോമസേന ഇപ്പോൾ അതിൻ്റെ ആക്രമണശേഷി വർദ്ധിപ്പിക്കുന്നതിനായിട്ടുള്ള 2 അത്യാധുനിക മിസൈൽ സംവിധാനങ്ങളുടെ കരാറിൽ ഏർപ്പെടാനുള്ള തീരുമാനത്തിൻ്റെ ചർച്ചകളിലാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യക്ക് ഈ ഓഫർ വന്നിരിക്കുകയാണ്. നിങ്ങളുടെ മിസൈലിൻ്റെ ആ ഒരു വീര്യം അത് നമ്മൾ കൂട്ടിത്തരാം, വർദ്ധിത വീര്യത്തോടു കൂടി അത് ഇറക്കിത്തരാം. പ്രധാനമായും ഇസ്രായേലിൽ നിന്നാണ് ഈ ഓഫർ വന്നിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസിൻ്റെ വിൻഡ് ഡയമണ്ട്, റഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ ഐസ് ബ്രേക്കർ ഉയർന്ന മൂല്യമുള്ള കടൽ ലക്ഷ്യങ്ങളെ സമാനതകളില്ലാതെ കൃത്യതയോടെയും വൈവിധ്യത്തോടെയും നേരിടാൻ IAFന് കഴിവ് ഈ നൂതന യുദ്ധോപകരണങ്ങൾ വർദ്ധിപ്പിക്കുമെന്നാണ് അവർ അവകാശപ്പെടുന്നത്, അല്ലെങ്കിൽ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. ദീർഘദൂര സൂപ്പർസോണിക് വായുവിൽ നിന്ന് കരയിലേക്ക് തൊടുക്കാവുന്ന ആയുധമായിട്ടുള്ള റാംപേജ് മിസൈൽ സമീപകാല പ്രവർത്തനങ്ങളിൽ അതിൻ്റെ ഫലപ്രാപ്തി പ്രകടമാക്കിയിട്ടുണ്ട്. പ്രധാന PAF അടിസ്ഥാന സൗകര്യങ്ങളെ തകർക്കുന്ന കൃത്യമായ ആക്രമണങ്ങൾ അത് നടത്തിയിട്ടുണ്ട്. ശക്തമായ പ്രതിരോധങ്ങളിൽ തുളച്ചു കയറാനും മത്സരാധിഷ്ഠിതമായിട്ടുള്ള അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുവാനുള്ള അതിൻ്റെ കഴിവ്, IAF അതിൻ്റെ കഴിവുകളെ പ്രദർശിപ്പിക്കുന്നതിലും അതിൻ്റെ കഴിവുകളെ ഇനിയും വർദ്ധിപ്പിക്കുന്നതിലും അടുത്ത തലമുറ സംവിധാനങ്ങൾ നേടാൻ പ്രേരിപ്പിക്കുകയാണ് IAFനെ. ഇന്ത്യൻ എയർഫോഴ്സിനെ വിൻഡ് ഡയമണ്ട്, ഐസ് ബ്രേക്കർ എന്നിവയുൾപ്പെടെയുള്ള IAFൻ്റെ താല്പര്യം മേഖലയിൽ ഒരു സാങ്കേതിക മികവ് പുലർത്താനുള്ള അതിൻ്റെ ഉദ്ദേശത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ആ മിസൈലിൻ്റെ വ്യാപ്തി, അല്ലെങ്കിൽ ദൂരവ്യാപ്തി, അല്ലെങ്കിൽ അതിൻ്റെ റേഞ്ച്, അതിൻ്റെ മറ്റ് സാങ്കേതിക വശങ്ങളെല്ലാം തന്നെ വർദ്ധിപ്പിക്കാനുള്ള നീക്കമാണ് ഇന്ത്യ നടത്തുന്നത്. അതിൻ്റെ ഓഫറാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. എന്തായാലും റാഫേൽ വികസിപ്പിച്ചെടുത്ത ഐസ് ബ്രേക്കർ എന്ന് പറയുന്ന ഉയർന്ന മൂല്യമുള്ള കടൽ ലക്ഷ്യങ്ങളെ നിർവീര്യമാക്കാൻ രൂപകൽപ്പന ചെയ്ത ഒരു ദീർഘദൂര സ്വയംഭരണ കൃത്യതയുള്ള ആയുധം. ആ ആയുധം ഒതുക്കമുള്ളതും ഭാരം കുറഞ്ഞതുമായിട്ടുള്ള ഇത് ഫൈറ്റർ ജെറ്റുകൾ, ലൈറ്റ് അറ്റാക്ക് എയർക്രാഫ്റ്റുകൾ, ഹെലികോപ്റ്ററുകൾ, ചെറിയ സമുദ്ര കപ്പലുകൾ, കരവാഹനങ്ങൾ എന്നിവയുമായി പൊരുത്തപ്പെടുന്നു. സീൻ മാച്ചിങ് ATR ശേഷിയുള്ള ഒരു നൂതന ഇലക്ട്രോ ഒപ്റ്റിക്കൽ ഇൻഫ്രാറെഡ് സീക്കർ ഈ സിസ്റ്റത്തിനുണ്ട്. GNSS നിഷേധിക്കപ്പെട്ട പരിസ്ഥിതിയിലോ ഇലക്ട്രോണിക് പ്രതിരോധ നടപടികളിലോ പോലും ഇവ കൃത്യമായിട്ടുള്ള കൃത്യത ഉറപ്പാക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇന്ത്യൻ സേന ഇപ്പോൾ പരീക്ഷിച്ച് വരികയാണ്. ഇപ്പോൾ ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്ന ഈ 2 നൂതന മിസൈൽ ടെക്നോളജികളുടെ ഓഫറുകൾ, വ്യോമസേനയ്ക്ക് ലഭിച്ച എയർ ടു സർഫസ് മിസൈലുകളുടെ ഓഫറുകൾ, അത് ഏത് തരത്തിൽ നമ്മൾക്ക് ഉപയോഗിക്കണം എന്ന് ഇപ്പോൾ കൃത്യമായിട്ടുള്ള ചർച്ച നമ്മുടെ പ്രതിരോധ മന്ത്രാലയം നടത്തുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.